ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇന്നേതായാലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ കർണാടക ഗവൺമെന്റ് രണ്ടാമത് ഡ്രഡ്ജിങ്ങിന്റെ കാര്യത്തിൽ അങ്കോല ടിവിയിൽ അവിടുത്തെ ഫിഷറീസ് മന്ത്രിയും MLA-യും SP-യും കളക്ടറും പങ്കെടുത്ത മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് വെച്ച് രണ്ടാമത് പിറ്റേ ദിവസം പറഞ്ഞ് 1 കോടി ചെലവ് വരും, ഡ്രഡ്ജിങ് കൊണ്ടുവരാൻ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ ഫാമിലി എന്നെ കോൺടാക്ട് ചെയ്തു. ബഹുമാനായ കോഴിക്കോട് MP MK രാഘവട്ടന്റെ കൂടെ ബാംഗ്ലൂരിൽ പോയി കർണാടക മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോൾ ആ നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം ആ വലിയ ഫണ്ടിന്റെ കാര്യത്തിൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവ് നൽകിയത്. ഏതായാലും നമ്മുടെയൊക്കെ ഒരു ടീം വർക്കിന്റെ ഭാഗമായി വലിയ രീതിയിൽ നമുക്കൊക്കെ ഈ സന്ദർഭത്തിൽ സന്തോഷം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്ക് അർജുനെ നഷ്ടപ്പെട്ടു. എന്നാലും നമുക്കിതൊരു ഉത്തരമില്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും നമ്മളൊരു വേട്ടയാടലായ ജീവിതത്തിൽ അത് മാറുമായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് അർജുനെയും അട്രാക്കിനെ കണ്ടെത്തി എന്നുള്ളത് ദൈവത്തിന് നന്ദി. വലിയ ആ നിലയ്ക്ക് ഒരു ആശ്വാസം, ചെറിയതല്ലാത്ത ഒരു ആശ്വാസമുണ്ട്. ശ്രീ AK അഷ്റഫ്, താങ്കൾ പ്രതികരിച്ചതിന്. താങ്കൾ അങ്ങോട്ടുള്ള യാത്രയിലാണോ? അങ്ങോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? യാത്രയില്ല, ഞാനിപ്പോ 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ടേക്ക് പുറപ്പെടും. ശരി, വളരെ നന്ദി. നമുക്ക് അവിടെ എത്തിയ ശേഷം ഒരിക്കൽ കൂടി താങ്കളുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. AK അഷ്റഫ് MLA ആണ് പ്രതികരിച്ചത്. അദ്ദേഹം ഈ ദൗത്യത്തിന്റെ 1, 2, 3 ഘട്ടങ്ങളിൽ അവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ അതിന് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു. കേരളത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവനെന്തായാലും ജീവനോടെ വെക്കൂല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും അവന്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ്. പിന്നെ അതും മാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ വിട്ടു കൊടുക്കണ കൂട്ടത്തിലുള്ള എല്ലാം എന്നുള്ളത്, വിടൂല എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ. കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ പോയത്. പക്ഷേ കേരളം മൊത്തം ഓരോ കൂടെ നിന്ന് കൊടുക്കി ഇനി ചെയ്യാനാകും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്, ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസമാകുന്ന കാര്യം. അർജുനെ ഇനി ജീവനോടെ കിട്ടുകയില്ല എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ആ ദൃശ്യങ്ങൾ കാണിക്കും. മൃതദേഹം പുറത്തു എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ മൊയ്തീൻ ജാസിർ അലി, കൺസൾട്ടന്റ് ചീഫ് ഫിസിഷ്യൻ CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെർക്കള. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 7.5 വർഷക്കാലമായി ജനറൽ ഫിസിഷ്യനായി ഞാൻ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 14 വർഷമായി ഡോക്ടർ എന്ന രീതിയിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 14 വർഷം സാധാരണക്കാർക്കിടയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പരിമിതികൾ ആരോഗ്യ മേഖലയിലുണ്ട്, നമ്മൾ അയൽ സംസ്ഥാനത്തെയും അയൽ ജില്ലയും എത്ര കണ്ട് ഇതിനു വേണ്ടി ആശ്രയിക്കുന്നു എന്നത് നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് 1.5 വർഷം മുമ്പ് നമ്മളൊരു ആശയമാണ് ഒരു സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. അതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ട്രയൽ റൺ സെപ്റ്റംബർ 16-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ, ഇത് ഏറ്റവും താഴെക്കിടയിലിൻ്റെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്കും സമ്പന്നന്മാർക്കും നല്ല രീതിയിൽ ഉപകാരപ്രദമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ 16-ാം തീയതി മുതൽ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും കാഷ്വാലിറ്റി സംബന്ധമായിട്ടുള്ള ചികിത്സകളും സ്നേക്ക് ബൈറ്റ് യൂണിറ്റും പോയ്സണിങ് ട്രീറ്റ്മെൻറ്റും ചെസ്റ്റ് എക്സ്റേ ECG ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബറട്ടറി സംവിധാനങ്ങൾ 24-hour ഫാർമസി ആരംഭിച്ചിരിക്കുന്നു. ഒക്ടോബർ 2-ാം തീയതി മുതൽ കാസർഗോഡ് ഇതുവരെ ഇല്ലാത്ത എല്ലാ സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഉണ്ടാകുന്ന സർവീസുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. തീർച്ചയായും ഇത്
ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥാപനമായിരിക്കും. ഒരു ആതുര സേവന സ്ഥാപനത്തിന് ജനങ്ങൾ ഒരു തെറ്റിദ്ധാരണയോടെ കാണുന്ന സമീപനം കാണേണ്ട ആവശ്യം വരില്ല. ഒരു ലാഭകരമായിട്ട് വല്ലാണ്ട് ഒരു പണമോഹത്തിലോ ബാക്കി കാര്യത്തിലോ തുടങ്ങുന്ന ഒരു സ്ഥാപനമല്ല. ജനങ്ങളെ നല്ല രീതിയിൽ സർവീസ് പ്രൊഫഷണലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.